ഹലോ. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിൽ ചപ്പാത്തി അമ്മയാണ് ഉണ്ടാക്കുന്നത്, മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സവോള, തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് സെറ്റാക്കി കഴുകാനായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ സവോളയുടെ തൊണ്ടൊക്കെ കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അതിൽ തന്നെ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും എല്ലാം അതിലിട്ടിട്ടുണ്ട്. അതൊന്ന് വഴറ്റി എടുക്കണം. പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ആഡ് ചെയ്താൽ പെട്ടെന്ന് ആയി കിട്ടുന്നു അമ്മ പറഞ്ഞിട്ടുള്ളതാണ്. ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് ആയിക്കിട്ടാൻ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് പാട്ടൊക്കെ പാടാം. നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റ് വേണ്ടേ. അത് കഴിഞ്ഞ് തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഞാൻ അരിഞ്ഞിട്ടല്ല ഇടാറ്. അത് ഞാൻ മിക്സിയിൽ അടിച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇടാറുള്ളത്. അപ്പോൾ അതവിടെ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ആ സവോളയ്ക്കും പച്ചമുളകും ഒക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എപ്പോൾ കറി വെച്ചാലും എരിവാണ് കൂടിപ്പോവുക. ഒരു 10 തവണ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലൊരു 8 തവണ എരിവ് കൂടുതലായിരിക്കും. 2 തവണ കറക്റ്റ് എരിവിന് കിട്ടാറുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, മറന്നു. പിന്നെ ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ പച്ചമുളകൊക്കെ എന്ന് പറയുമ്പോൾ തക്കാളി പേസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. ഇളക്കി നല്ലപോലെ മിക്സായി ആ ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് ഇതായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത് ഒഴിച്ച് കൊടുത്ത് കറിക്ക് നമുക്ക് എത്ര കറി വേണോ അത്ര വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തളയൊക്കെ വന്നിട്ടുണ്ട്. തിളച്ച് ഒന്ന് കുറുക്കിയെടുക്കണം നമുക്ക്. പിന്നെ ഞാൻ വേപ്പില ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങി ഇട്ട് കൊടുത്ത് കറിയൊക്കെ നല്ലപോലെ കുറുകി വന്നപ്പോൾ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുത്തു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതിന് ശേഷം നല്ല കറിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ച് എരിവ് കൂടിയെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ചപ്പാത്തി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും ഈ കറിയൊക്കെ കൂടെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ രാത്രി അതായിരുന്നു. അതൊക്കെ കഴിഞ്ഞു പിന്നെ ഉറങ്ങാം. ടാറ്റാ.